കേരള രാഷ്ട്രീയത്തിൽ നിലവിലെ പ്രധാന ചർച്ചാ വിഷയം യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളും അതിനോട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാടുകളുമാണ്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സ്വീകരിച്ച ശക്തമായ നടപടികൾക്ക് പിന്നാലെ അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഈ ആക്രമണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുയായികളാണ് നടത്തുന്നതെന്ന പൊതുധാരണ നിലനിൽക്കെയാണ് ബിഗ് ബോസ് വിജയും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഖിൽ മാരാർ ഈ വിഷയത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത്. രാഹുൽ ആരാധകർ എന്ന പേരിൽ കോൺഗ്രസ് നേതാക്കളെ തെറിവിളിക്കുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും യഥാർത്ഥത്തിൽ ഇടത് സൈബർ പോരാളികളാണെന്നും ഇതിന്റെ ലക്ഷ്യം രാഷ്ട്രീയ നേട്ടമാണെന്നും അഖിൽ മാരാർ ആരോപിക്കുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കർശനമായി നടപടിയെടുക്കാൻ വി.ഡി. സതീശൻ മുൻകൈയെടുത്തു. ഇത് കോൺഗ്രസിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ശക്തമായതും ധാർമ്മികവുമായ ഒരു രാഷ്ട്രീയ നിലപാടായി പൊതുവെ വിലയിരുത്തപ്പെട്ടു. വി.ഡി. സതീശന്റെ രാഷ്ട്രീയ വളർച്ചയും പ്രധാനമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സമീപകാല സംഭവങ്ങളിലൂടെ വി.ഡി. സതീശൻ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം നേടുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ഇത് കോൺഗ്രസിനുള്ളിൽ അദ്ദേഹത്തിന്റെ എതിരാളികൾക്കും എതിർപ്പാളയത്തിലെ പാർട്ടികൾക്കും ഒരുപോലെ അസ്വസ്ഥതയുണ്ടാക്കിയ ഘടകമാണ്. രാഹുൽ വിഷയത്തിൽ സതീശൻ സ്വീകരിച്ച ധീരമായ നിലപാട് അദ്ദേഹത്തെ തകർക്കാൻ കാത്തുനിന്നവർക്ക് ഒരു അവസരം നൽകിയെന്നാണ് അഖിൽ മാരാരുടെ നിരീക്ഷണം. വി.ഡി. സതീശനെതിരെ നടന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ചുള്ള പൊതുധാരണകളെ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് അഖിൽ മാരാർ രംഗത്തെത്തിയത്. അദ്ദേഹത്തിന്റെ പ്രധാന വാദങ്ങൾ ശ്രദ്ധേയമാണ്. രാഹുലിനെ തള്ളിപ്പറയുന്ന കോൺഗ്രസ് നേതാക്കളെ തെറി പറയുന്നവർ യഥാർത്ഥത്തിൽ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസുകാരല്ല, മറിച്ച് നല്ല മുഴുത്ത കമ്മികളും സുഡാപ്പികളുമാണ്. ഇവർ രാഹുൽ ആരാധകരായി വേഷം കെട്ടിയാണ് ആക്രമണം നടത്തുന്നത്. രാഹുലിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കളെ തെറി പറയുക എന്ന ലക്ഷ്യത്തിൽ ഇടത് സൈബർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഇതൊരു സ്വാഭാവികമായ പ്രതികരണമല്ല, മറിച്ച് സംഘടിതമായ ഒരു നീക്കമാണ്. കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കുകയും ഈ പാർട്ടി അധികാരത്തിൽ എത്തില്ല എന്ന പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് തുടർഭരണം ഉറപ്പിക്കാൻ സാധിക്കും. കോൺഗ്രസിന്റെ മികച്ച തീരുമാനം തങ്ങളെ അധികാരത്തിൽ നിന്നിറക്കുമെന്ന ഭയപ്പെട്ട എതിരാളികൾ ബോധപൂർവം സൃഷ്ടിച്ച പ്രതിസന്ധിയാണിതെന്നും മാരാർ ആരോപിക്കുന്നു. ഈ വാദങ്ങൾ സാധൂകരിക്കാൻ രാഹുലിനെതിരെ താൻ പങ്കുവച്ച പോസ്റ്റുകളിൽ വന്ന കമന്റുകൾ ഉദാഹരണമായി മാരാർ ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹത്തെ തെറി വിളിച്ചുകൊണ്ട് രാഹുലിന് വേണ്ടി സംസാരിച്ച പല പ്രൊഫൈലുകളും സൈബർ കമ്മികളും സുഡാപ്പികളുമാണെന്നാണ് മാരാരുടെ പക്ഷം. കേരളത്തിലെ സൈബർ രാഷ്ട്രീയം എത്രത്തോളം സങ്കീർണമാണെന്നും അഖിൽ മാരാരുടെ നിരീക്ഷണത്തിൽ വ്യക്തമാകുന്നു. വെറും PR ലോകത്ത് പണം കൊടുത്താൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റ് എഴുതാൻ ആളുള്ള ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതും അനിവാര്യമാണ്. രാഹുൽ വിഷയത്തിൽ BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ ബുദ്ധിപരമായി പിന്നോട്ട് പോയതും കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ പ്രത്യാഘാതം മനസ്സിലാക്കിയാണ്. BJP രാഹുലിനെ ആക്രമിച്ചാൽ അദ്ദേഹത്തിന് കൂടുതൽ പിന്തുണ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അവർ മനസ്സിലാക്കി. കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ വി.ഡി. സതീശനെതിരെയുള്ള വികാരം തങ്ങൾക്ക് അനുകൂലമായി മാറി. പിണറായി വിരുദ്ധ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ എത്തിക്കാനാണ് BJP ശ്രമിക്കുന്നത്. 25% വോട്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച BJPയുടെ നീക്കം ഈ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമാണ്. കോൺഗ്രസ് അധികാരത്തിൽ എത്തില്ല എന്ന പ്രതീതി സൃഷ്ടിക്കുന്നത് ഈ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ എത്തിക്കാൻ വേണ്ടിയാണ്. കോൺഗ്രസ് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെങ്കിലും അതിനെ ആളിക്കത്തിക്കുന്നതും അന്തം കമ്പി സംഘി കൂട്ടുകെട്ടാണെന്ന അഖിൽ മാരാരുടെ ആരോപണം കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ചലനങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പരസ്പരം എതിർപക്ഷത്ത് നിൽക്കുമ്പോൾ പോലും ഒരു പൊതു ശത്രുവിനെതിരെ സൈബർ ലോകത്ത് ഒന്നിക്കുന്നു എന്ന വാദം ഇത് ശക്തമാക്കുന്നു. അഖിൽ മാരാരുടെ വാദങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളെക്കുറിച്ചും ശക്തമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പുത്തരിയല്ല. എന്നാൽ ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങളെ എതിരാളികൾക്ക് മുതലെടുക്കാൻ കഴിയാത്ത വിധം കൈകാര്യം ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. രാജാവില്ലാതെ ഒരു സൈന്യവും യുദ്ധം ചെയ്യിച്ചിട്ടില്ല എന്ന മാരാരുടെ ഉപദേശം ശക്തമായൊരു നേതൃത്വത്തിന്റെ കീഴിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നു. നിലവിൽ വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ച ശക്തമായ നിലപാടുകളെ കോൺഗ്രസ് അണികൾ ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. മുഖ്യമന്ത്രി സ്ഥാനമോ മന്ത്രിസ്ഥാനമോ അധികാരം കിട്ടിയ ശേഷം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണെന്നും അതിനു മുൻപ് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് പ്രതിപക്ഷ നേതാവിന് പിന്തുണ നൽകി നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടതെന്നുമാണ് മാരാരുടെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇടത് സൈബർ പോരാളികളാണെന്ന അഖിൽ മാരാരുടെ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തിലെ സൈബർ യുദ്ധങ്ങളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന എല്ലാ പ്രതികരണങ്ങളും യാഥാർത്ഥ്യമല്ലെന്നും കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന വ്യാജ അക്കൗണ്ടുകളിലെ ട്രോളുകളും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ സംഭവം അടിവരയിടുന്നു. മാധ്യമങ്ങളും പൊതുസമൂഹവും രാഹുൽ ആരാധകർ എന്ന് തെറ്റിദ്ധരിച്ച സൈബർ സേന യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്ന എതിരാളികളാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ്. എതിരാളികളുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസിന് സാധിക്കുകയുള്ളൂ. അല്ലാത്തപക്ഷം കോൺഗ്രസ് അധികാരത്തിൽ എത്തില്ല എന്ന പ്രതീതി സൃഷ്ടിക്കാൻ BJP കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ട് ശ്രമിക്കുകയും അതിന്റെ രാഷ്ട്രീയ നേട്ടം അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള വിവേകം രാഷ്ട്രീയ നേതൃത്വത്തിനും അണികൾക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അഖിൽ മാരാർ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.